ആരെങ്കിലും കഴിച്ചോ? കൊള്ളാം. എല്ലാം ഭയങ്കര കച്ചവടം നടക്കാണ്. ഷാരൂഖ് ഖാന്റെ വീട്ടില് ഷാറൂഖ് ഖാന്റെ വീട്ടിലാണ് ഞാൻ ആദ്യത്തിന് പാചകം നിന്നത്. അപ്പൊ ഷാറൂഖ് ഖാൻ എപ്പോഴും കഴിഞ്ഞ ക്രിസ്മസിന് എന്നെ വിളിച്ചേ ഉള്ളൂ. സത്യം ഞാൻ പൊക്കോട്ടെ. തന്നെ വിളിച്ച് ഇന്നലെ സംസാരിച്ചാലേ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു എന്ത് പറഞ്ഞു? സുകുമാരാ പോയി പിള്ളേരൊക്കെ എങ്ങനെ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല. എന്റെ അടുത്ത് ചോദിച്ചു പണിയൊക്കെ ഉണ്ടാ? ഞാൻ പറഞ്ഞു ഇപ്പൊ അങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ. ഞാൻ മന്നത്തിൽ എന്തിനെ കൊണ്ട് വിശേഷം ഷാറൂഖ് ഖാനെ എന്ന് ചോദിച്ചോ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പോയില്ല. പിന്നെ എപ്പം വിശ്വാസമായില്ലേ? എനിക്ക് ഹിന്ദി അറിയാം. ഷാറൂഖ് ഖാനായിട്ട് നല്ല പിന്നെ അടുത്തവന്റെ അടുത്ത രേവതി ചേച്ചിയുടെ കിലുക്കത്തിന്റെ ഒരു ചിത്രം. അപ്പൊ അതിൽ ലാലേട്ടന്റെ അങ്കമാലിയിലെ പ്രധാനമന്ത്രി ആരാധന പറഞ്ഞ ഡയലോഗ് സ്വന്തം സമയത്ത് പറഞ്ഞു. അങ്കമാലിയിലെ അമ്മാവൻ ആരെന്നാ പറഞ്ഞേ? പ്രധാനമന്ത്രി. അപ്പൊ നീ കഴുത പറയാ എന്റെ മകനെ വകയാണ് ഹോട്ടലിനോ? അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ മകനെ വകയാണ് ഹോട്ടലിനോ? അപ്പൊ അവനെ എടിയിൽ വിളിച്ചു, അങ്ങനെ പട്ടിയെ വിളിച്ചു. വേറൊന്നും ചെയ്തില്ലോ, ഇത്ര ചെയ്തുള്ളൂ. അതിനോട് പേര് ഇങ്ങനെ ബഹളം വെക്കുന്നത്? അതിന്റെ ഇടയിൽ കൂടെ എനിക്ക് അപ്പൊ അടുത്ത ഗെയിം ഷോ ചെയ്യാല്ലേ? നവ്യ നായർ. ഓക്കെ, എല്ലാം ഫീമെയിൽ സംഭവമാണ്. ഫീമെയിൽ ആർട്ടിസ്റ്റുടെ സൗണ്ട് ആണ്. അപ്പൊ നവ്യ നായർ. നമുക്ക് നവ്യ നായരെ ഒരു രാജമാണിക്യത്തിലെ മമ്മൂക്കായുടെ ഡയലോഗ്. എന്റെ സഹായം വല്ലതും വേണോ? എന്റെ സഹായം വല്ലതും വേണ്ടോ? അപ്പൊ മമ്മൂക്കയുടെ ഡയലോഗ് നവ്യ നായർ പറഞ്ഞു രാജമാണിക്യം ചിത്രത്തിലെ. ഒരു മണികരവാദന നോക്കിയപ്പോഴാ ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ. നീ ആരാണ്? നിനക്ക് എന്തിനു വേണോന്ന്? ഞാൻ പറഞ്ഞു എനിക്കെന്റെ അമ്മയെ കാണണോന്ന്. അന്തിരാസ് കുന്തിരാസ് തള്ള കലിപ്പ് തീരണില്ലേ? ഹലോ, ഇതിന്റെ ഡിലേ ഒന്ന് കട്ട് ചെയ്ത് തരാമോ? ഹലോ 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 പ്രിയമുള്ളവരെ, ഇനി കുറച്ചു നേരം നമുക്ക് ഇവിടുത്തെ കുട്ടികളെ വെച്ചിട്ട് ഒരു ഗെയിം ഷോ ചെയ്യാൻ പോവുകയാണ്. അതിലൊരു 5 ആൺകുട്ടികളും 5 പെൺകുട്ടികളും പെട്ടെന്ന് വേദിയിലേക്ക് വരിക. ഇവിടുന്ന് വലിയൊരു സമ്മാനമൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അത് പാടാന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ഓടിക്കേറി വരും.